Hello all. Next we can move on to classification of instruments. The classification of instruments can be done in different methods. The first classification is as absolute instrument and secondary instrument. Okay. Another type of classification is as follows. We can classify them as indicating instrument, recording instrument, integrating and integrating instrument. We are having one more type of classification. That classification can be called as deflection type instrument and null type instrument. So we are having three different types of classifications. So we will see each and every one in detail. Okay. So let us see first of all what is absolute instrument and what is secondary instrument. So absolute instrument means it gives the magnitude of the quantity to be measured in terms of the instrument constant and its deflection. അത് എങ്ങനെയാണ് അതിന് വാല്യൂ തരുന്നത്? ഇറ്റ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റന്റും ഡിഫ്ലക്ഷനും കൂടെ ചേർന്നിട്ടാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് റീഡിംഗ് നമുക്ക് തരുന്നത്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ കമ്പാരിസൺ വിത്ത് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ്. വേറൊരു സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഒന്നും നമുക്ക് അവിടെ ഉണ്ടാവുന്നില്ല. The example can be given as tangent galvanometer. You might have heard about galvanometers. Tangent galvanometer belong to an absolute instrument. Next type is secondary instruments. What do you mean by secondary instrument? They have to be calibrated in comparison with an absolute instrument. ഇതിനെ ഒരു absolute instrument ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് secondary instruments ഉണ്ടായിരിക്കുന്നത്. For example, ammeter, voltmeter, wattmeter, etc. are examples of secondary instrument. Ammeter is used for measuring current, voltmeter for voltage and wattmeter for power. So we are having next classification of instrument. Absolute instruments നമ്മളിത് പറഞ്ഞു ഇല്ലേ? ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ പറഞ്ഞ എന്താണ്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. So what is the classification of secondary instrument? Secondary instruments can be further subdivided into indicating instrument, recording instrument and integrating instrument. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റും സെക്കൻഡറി ഇൻസ്ട്രുമെന്റും. അതിൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. So what do you mean by integrating instrument? Integrating instrument എന്ന് വെച്ചാൽ അത് മെഷർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്താണോ അതാണ് ആ സമയത്ത് കാണിക്കുന്നത്. So what do you mean by indicating instrument? It indicates the magnitude of an electrical quantity at the time when it is being measured. At the time when it is being measured. എപ്പോഴാണോ മെഷർ ചെയ്യുന്നത് ആ സമയത്ത് എന്താണോ വാല്യൂ അതാണ് ആ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കാണിക്കുക. അതായത് നമ്മളൊരു അമ്മീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു കറണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മെഷർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ കറണ്ട് അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് തരുന്നത്. The indications are given by a pointer moving over a graduated dial. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു പോയിന്റർ ഉണ്ട്, ഇങ്ങനെ ഒരു പോയിന്റർ ഒരു ലൈൻ പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ അതൊരു സ്കെയിലിന്റെ മുകളിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 3 അവിടെ എത്തിക്കഴിഞ്ഞാൽ അർത്ഥം അത് 3 ആംപിയർ ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ? യൂഷ്വലി ഓർഡിനറി വോൾട്ട്മീറ്റേഴ്സ്, അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റേഴ്സ് ബിലോങ് ടു ദി ക്ലാസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് സമയത്തേക്ക് നമുക്കതിന് ഒരു റിസൾട്ട് ഉണ്ടാവും. അത് ഒരു നമ്മുടെ XY പ്ലോട്ടർ, അതുപോലെ തന്നെ EEG എടുക്കുന്നത്, ECG എടുക്കുന്നതൊക്കെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ECG മെഷർമെന്റ്സ് കണ്ടിട്ടുണ്ടാവും. അത് ഒരു ടൈമിൽ മാത്രമല്ല, ഇത്ര ടൈമിൽ ഇത്രയാണ്, ഇത്ര T1 എന്നുള്ള ടൈമിൽ ഇത്രയാണ് റീഡിങ്, T2 എന്നുള്ള ടൈമിൽ ഇത്രയാണ് റീഡിങ്. അങ്ങനെ ഒരു റെക്കോർഡിംഗ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. The instruments which keep a continuous record of the variations of the magnitude of an electrical quantity to be observed over a defined period of time. ഒരു പെർട്ടിക്കുലർ ടൈമിനകത്തുള്ള റീഡിംഗ് എത്രയാണ്? അതായത് 1 സെക്കൻഡ് ആയിരുന്നപ്പം 5 വോൾട്ട് ആയിരുന്നു, 3 സെക്കൻഡ് ആയിരുന്നപ്പം 20 വോൾട്ട് ആയിരുന്നു. ആ രീതിയിലുള്ള റീഡിങ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ദ എക്സാമ്പിൾസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് XY പ്ലോട്ടർ, ഇലക്ട്രോകാർഡിയോഗ്രാം, ECG, എക്സെട്ര. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വീട്ടിലുള്ള ഒരു ഇൻസ്ട്രുമെന്റാണ്. What do you mean by integrating instrument? The instrument which measures the total amount of either quantity of the electricity or electrical energy supplied over a period of time. അതായത് നിങ്ങളുടെ വീട്ടിലത്തെ പുറത്ത് വെച്ചിട്ടുള്ള വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ഇതിൽ മീറ്റർ, ആ മീറ്റർ റീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞ മാസം ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും എനർജി കൺസംഷൻ ഉണ്ടായി, അതാണ് അത് കാണിക്കുന്നത് അല്ലേ? വിച്ച് ഗീവ്സ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഐദർ ക്വാണ്ടിറ്റി ഓഫ് എന്തൊക്കെയാവാം? either quantity of electricity or electrical energy supplied over a period of time. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം കൺസ്യൂം ചെയ്തു എന്നതായിരിക്കും ഒരു ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കാണിക്കുന്നത്. അത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നമ്മൾ സാധാരണ വിളിക്കുന്ന മീറ്റർ, നമ്മുടെ മീറ്റർ റീഡർ വന്ന് റീഡിംഗ് എടുക്കുന്ന മീറ്റർ.
പിന്നെ എന്താണ് ഓഡോമീറ്റർ ഇൻ ദ കാർ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ കാറിന്റെ ഓഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ കാർ എത്തി. 1,00,000 കിലോമീറ്റർ ആയി കാർ, അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ കാർ ഓടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാർ വാങ്ങിച്ച് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ടോട്ടൽ അത് 50,000 കിലോമീറ്റർ കവർ ചെയ്തു. അതാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു വണ്ടിക്കകത്ത് എത്രത്തോളം ഡിസ്റ്റൻസ് അത് ഓടി, വാങ്ങിച്ചതിന് ശേഷം എത്രത്തോളം ഡിസ്റ്റൻസ് എന്ന് ഓടി എന്നത് ടോട്ടലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നെക്സ്റ്റ് another ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്. അതായത് എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ നടക്കുന്നത്, അതുപോലെ നൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആണോ എന്നൊക്കെ പറയുന്നതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. ദാറ്റ് ഇസ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. Deflection type of instrument provides a basis for determining the quantity under the measurement. അപ്പോൾ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി മെഷർമെന്റിൽ എത്രത്തോളം ഉണ്ട് നമുക്ക് ക്വാണ്ടിറ്റി അറിയാൻ പറ്റും. ഈ ഡിഫ്ലക്ഷൻ ടൈപ്പ് ആണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഒക്കെ മിക്കവാറും എല്ലാം ഡിഫ്ലക്ഷൻ ടൈപ്പ് ആയിരുന്നു അല്ലേ. The measured quantity produces some physical effect which deflects or produces a mechanical displacement of the moving system of the instrument. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഒരു പോയിന്റർ 10 ആംപിയർ റീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10ലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യണം. നമ്മുടെ ഈ പോയിന്റർ ഈ സ്കെയിലിന്റെ മുകളിൽ 10ലേക്ക് എത്തിയാലേ നമുക്കത് 10 ആംപിയർ റീഡ് ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ. Measured quantity produces some physical effect with which it deflects or produces a mechanical displacement of the moving system. അതായത് ഇതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടായാൽ മാത്രമാണ് ഇത് 10 ആംപിയറിലേക്ക് നീങ്ങുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ നീങ്ങില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ നീങ്ങുന്ന ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. പിന്നെ അത് മാത്രം പോരാ, ഇത് ഇങ്ങോട്ട് പോയിട്ട് തോന്നണ പോലെ ഇവിടെ നമുക്ക് 10 ആംപിയർ റീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് 25 വരെ 30 വരെ ഒന്നും റീഡ് ചെയ്യാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോഴ്സും കൂടെ വേണം. An opposite effect built in the instrument which tries to oppose the deflection. അപ്പോൾ അത് കറക്റ്റ് പോയിന്റിലെത്തി നിൽക്കണം, അതിന് വേണ്ടി ഒരു ടോർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ദ എക്സാമ്പിൾ ക്യാൻ ബി ഗിവൺ ആസ് PMMC അമ്മീറ്റർ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അമ്മീറ്റർ. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും കേട്ടോ. ആണ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞ മിക്കവാറും എല്ലാ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സും ഡിഫ്ലക്ഷൻ ടൈപ്പാണ്. അതിൽ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ആണ് ഇത് കാണിക്കുന്നുണ്ടാവുക അല്ലേ. അതേസമയം നമ്മുടെ വീട്ടിലിരിക്കുന്ന എനർജി മീറ്റർ, അതായത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്കതൊരു ഡിഫ്ലക്ഷൻ മീറ്റർ അല്ല കാണിക്കുന്നത് അല്ലേ, അത് വ്യത്യാസമുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നൾ ടൈപ്പ്. അപ്പൊ നൾ ടൈപ്പിൽ എങ്ങനെയാണ്? അതിനകത്ത് പ്രത്യേകിച്ച് സീറോ ഓർ നൾ indication leads to the determination of the magnitude of the measured quantity. അതായത് നമുക്കിപ്പോൾ ഒരു ഗാലനോമീറ്റർ വെക്കുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫ്ലക്ട് ചെയ്യും, അല്ലാതെ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. Null condition is dependent upon some other known conditions or some other effect. ഒപ്പോസിങ് ഇഫക്റ്റോ ഡിറ്റക്ടറോ അത് എന്തെങ്കിലും വെച്ചിട്ട് നൾ ഡിഫ്ലക്ഷൻ വരുന്ന രീതിയിൽ, അതിൽ നൾ ഡിഫ്ലക്ഷൻ ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി what are the functions of instruments and measurement systems? എന്തൊക്കെയാണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫംഗ്ഷൻസും മെഷർമെന്റ് സിസ്റ്റത്തിന്റെ ഒക്കെ ഫംഗ്ഷൻസ് എന്താണ് നമ്മൾ അടുത്തത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അതിന് പല ടൈപ്പ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതിലൊരു ഫംഗ്ഷൻ ആണ് ഇൻഡിക്കേറ്റിംഗ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഇസ് കൺട്രോളിംഗ് ഫംഗ്ഷൻ. എന്താണ് what do you mean by the term indicating function? The supplying the information about the variable quantity. എത്രത്തോളമാണ് അത് ഡിഫ്ലക്ട് ചെയ്തതെന്ന് പറയുന്നതാണ് ഇൻഡിക്കേറ്റിംഗ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ആംപിയർ റീഡ് ചെയ്തു, അതിന്റെ അർത്ഥം അത് ആ ഇൻഡിക്കേറ്റിംഗ് ആ പോയിന്റർ വെച്ചിട്ട് അത് റീഡ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ഇസ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ. എന്താണ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു ECGയിലൊക്കെ റെക്കോർഡിംഗ് ഫംഗ്ഷൻ ആണെന്ന് ഇല്ലേ. The written records by the system on the paper quantity under the measurement against time. അതായത് ഇത്ര സെക്കൻഡിൽ ഇത്രയായിരുന്നു റീഡിംഗ്, ഇത്ര സെക്കൻഡിൽ ഇത്രയായിരുന്നു റീഡിംഗ്, അതിനെയാണ് റെക്കോർഡിംഗ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next is controlling function. What is it? Controlling function is an important one and it is used for the control of the original measured quantity. അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ, ഡിഫ്ലക്ടർ തോന്നണ പോലെ പോവരുത്, ആ ഒരു കൺട്രോളിംഗ് ഫംഗ്ഷനും കൂടെ ആ ഇൻസ്ട്രുമെന്റിനകത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞെന്താണ് എന്തൊക്കെയാണ് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അതിന് വേണ്ട റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ അത് പെർഫോം ചെയ്യണമെങ്കിൽ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ്, വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് ദി ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്? സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. Again I am repeating, what is indicating instrument? Indicating instruments are those which indicate the value of the quantity that is being measured at the time. ഏത് സമയത്താണോ റീഡ് ചെയ്യുന്നത് at the time at which it is measured. അതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It consists essentially of a pointer which moves over a calibrated scale and which is attached to a moving system pivoted on the bearing. അപ്പോൾ ഇതെങ്ങനെയാണ്? അതിനകത്ത് രണ്ട് മെയിനായിട്ട് നമുക്ക് പുറമെ നോക്കുമ്പോൾ രണ്ട് സാധനങ്ങളെ കാണാം. ഒരു പോയിന്റർ ഉണ്ടായിരിക്കും, ആ പോയിന്റർ ഒരു സ്കെയിലിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പോയിന്റർ എന്തിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും?
ദ പോയിന്റർ വിൽ ബി അറ്റാച്ച്ഡ് ടു എ മൂവിംഗ് സിസ്റ്റം പിവറ്റഡ് ഇൻ ദ ബെയറിംഗ്. ഒരു ബെയറിംഗിന്റെ മുകളിലൊരു മൂവിംഗ് സിസ്റ്റത്തിൽ പിവറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ മുകളിലുള്ള ഒരു പോയിന്ററും ആ പോയിന്റർ ഒരു സ്കെയിലിന്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ദ മൂവിംഗ് സിസ്റ്റം ഇസ് സബ്ജക്റ്റഡ് ടു ദ 3 ഫോളോയിങ് ടോർക്സ്. ഒരു സാധനം മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ടോർക്ക് വെച്ചിട്ടാണ് ഇതിൽ പോയിന്റർ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്. സോ വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയണം? അതിനകത്തൊരു പോയിന്റർ ഉണ്ടായിരിക്കും, പിന്നെ അത് ഒരു സ്കെയിലിന്റെ മുകളിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, അത് ഒരു പിവറ്റഡ് ബെയറിംഗിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കൂടാതെ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഹാവിംഗ് 3 ടോർക്സ് ഓർ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്. അപ്പോൾ ഏതൊക്കെയാണ് അതിന്റെ മുകളിലെ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ്? വാട്ട് ആർ ദി ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം? ഡിഫ്ലക്റ്റിംഗ് ഓർ ദി ഓപ്പറേറ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ഓർ ദി റീസ്റ്റോറിംഗ് ടോർക്ക് ആൻഡ് ദി ഡാമ്പിംഗ് ടോർക്ക്. 3 എണ്ണമാണ് പറഞ്ഞത്. വാട്ട് ആർ ദി? ഡിഫ്ലക്റ്റിംഗ് ഓർ ദി ഓപ്പറേറ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ഓർ ദി റീസ്റ്റോറിംഗ് ടോർക്ക് ആൻഡ് ദി ഡാമ്പിംഗ് ടോർക്ക്. ഈ 3 ടോർക്കും അല്ലെങ്കിൽ ഈ 3 ഓപ്പറേറ്റിംഗ് ഫോഴ്സസും കൂടെ ചേർന്നതാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന 3 ടോർക്ക്. ഓക്കെ, സോ വാട്ട് ഇസ് മെന്റ് ബൈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞത് ഡിഫ്ലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മേക്കിംഗ് ഏതെങ്കിലും ഒരു എഫക്ട്, വൺ ഓഫ് ദി മാഗ്നറ്റിക്, ഹീറ്റിംഗ്, കെമിക്കൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്ട് ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ്. കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഇതിൽ ഏതെങ്കിലും ഒരു ഇഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത്. ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മേക്കിംഗ് വൺ ഓഫ് ദി മാഗ്നറ്റിക്, ഹീറ്റിംഗ്, കെമിക്കൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്ട് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇതിലേതെങ്കിലും ഒരു ഇതിലേതെങ്കിലും ഒരു ഫോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത്. സോ വാട്ട് വിൽ ഇറ്റ് ആസ് എ റിസൾട്ട് വാട്ട് വിൽ ഹാപ്പൻ? It causes the moving system of the instrument to move from its zero position. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? സീറോയിൽ ഉണ്ടായിരിക്കുന്ന പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ടോർക്ക് വഴിയാണ്. The method of producing this torque depends upon the type of instrument. എന്ത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് അനുസരിച്ചിട്ടാണ് ഇതിൽ ഈ ടോർക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു പല എഫക്റ്റ് ആവാം, പക്ഷെ എങ്ങനെയാണ് ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എന്ത് വെച്ചിട്ട് പറയാൻ പറ്റുള്ളൂ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ടോർക്ക് എന്താണ്? കൺട്രോളിംഗ് ടോർക്ക്. വാട്ട് യു മീൻ ബൈ കൺട്രോളിംഗ് ടോർക്ക്? ഇതിങ്ങനെ തോന്നണ പോലെ മൂവ് ചെയ്യാൻ പാടില്ല. 5 ആംപിയർ റീഡ് ഉണ്ടെങ്കിൽ 5-ൽ എത്തുമ്പോൾ അത് നിൽക്കണം ഇല്ലേ? ഇറ്റ് ഈസ് ദ ടോർക്ക് വിച്ച് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ. അതായത് അവിടെ എത്തുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിൽക്കണം, പിന്നെ അത് മൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊണ്ട് പിന്നെ മൂവ് ചെയ്ത് പോകാൻ പാടില്ല. The magnitude of the movement of the moving system would be somewhat indefinite under the influence of the deflecting torque. Deflecting torque മാത്രമേ ഉള്ളെങ്കിൽ what will happen? 5 ആംപിയറിന് പകരം ഇത് ചിലപ്പോൾ 10 ആംപിയർ വരെയോ അല്ലെങ്കിൽ 8 ആംപിയർ വരെയോ നീങ്ങിയേക്കാം. But what should we do? We should have a controlling torque existed to oppose the deflecting torque. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എങ്ങനെയായിരിക്കണം? അത് പിടിച്ച് നിർത്തണം അല്ലേ? അപ്പോൾ എന്ത് വേണം? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം. അത് ഓട്ടോമാറ്റിക്കലി അത് മൂവിംഗ് സിസ്റ്റത്തിന്റെ ഡിഫ്ലക്ഷൻ കൂടുന്നതനുസരിച്ച് അത് ഇൻക്രീസ് ചെയ്യണം. കൺട്രോളിംഗ് ടോർക്ക് ഇസ് ഓൾസോ കോൾഡ് ആസ് റീസ്റ്റോറിംഗ് ടോർക്ക് ഓർ ബാലൻസിംഗ് ടോർക്ക്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിന്റെ വേറെ പേര് എന്തൊക്കെയാണ്? It can be also called as restoring torque or balancing torque. Okay. ഇനി കൺട്രോളിംഗ് ടോർക്കിന് മെയിൻ ആയിട്ട് 2 ഫംഗ്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 ഫംഗ്ഷൻസ് ഉള്ളത്? ദ പോയിന്റർ സ്റ്റോപ്സ് മൂവിംഗ് ബിയോണ്ട് ദ ഫൈനൽ ഡിഫ്ലക്ഷൻ. ഫൈനൽ ഡിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പോയിന്റർ മൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് മാത്രം പോരാ, നമ്മളിത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരണം, അല്ലാണ്ട് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല ഇല്ലേ? രണ്ടാമത്തെ കാര്യം എന്താണ്? The pointer comes back to its zero position when the instrument is disconnected. ഇൻസ്ട്രുമെന്റ് റീഡിംഗ് ഒന്നും എടുക്കണില്ലെങ്കിലും അത് 5 ആംപിയറിൽ നിൽക്കാൻ പാടോ? ഇല്ല, തിരിച്ചു വരണം. അപ്പോൾ 2 ഫംഗ്ഷനാണ് കൺട്രോളിംഗ് ടോർക്കിനുള്ളത്. എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യാൻ പാടില്ല, മാത്രമല്ല നിർത്തി കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും വേണം. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് either by spring or gravity. ഗ്രാവിറ്റി വെച്ചിട്ടോ ആയിരിക്കും, സ്പ്രിംഗ് വെച്ചിട്ടോ ആയിരിക്കും. ഇപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ ആണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? TC is directly proportional to theta എന്നും. ഗ്രാവിറ്റി കൺട്രോൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലോ അതിന്റെ എക്സ്പ്രഷൻ എന്താണ്? TC is directly proportional to sin theta എന്നുമാണ്. ഇവിടെയാണെങ്കിൽ തീറ്റ ആണ്, ഇവിടെയാണെങ്കിൽ സൈൻ തീറ്റ ആണ്. അപ്പോൾ തീറ്റ ഇസ് ദി ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് TCയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.